തമിഴ്നാട്ടിലുടനീളം അരി, കോഴിയിറച്ചി, മുട്ട എന്നിവയുടെ വില വർദ്ധിക്കുന്നു. കോഴിവില 100 രൂപയിൽ നിന്ന് 144 രൂപയിലേക്ക് ഉയർന്നു. മുട്ടയുടെ വിലയും ഉയർന്ന നിലയിൽ തുടരുകയാണ്. നെൽകൃഷിയിലുണ്ടായ വലിയ കുറവ്, രൂക്ഷമാകുന്ന ജലക്ഷാമം, നീണ്ടുനിന്ന വേനൽക്കാലം അവശേഷിപ്പിച്ച ആഘാതം എന്നിവയൊക്കെ തമിഴ്നാട്ടിലുടനീളം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അരി, കോഴിയിറച്ചി, മുട്ട എന്നിവയുടെ വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇത് കുടുംബങ്ങളുടെ ബജറ്റിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. അരിവിലയിലെ കുതിച്ചുചാട്ടത്തിന് മോശം കാർഷിക ഉൽപ്പാദനവും കൃഷിഭൂമി കുറയുന്നതുമാണ് കാരണമെന്ന് വ്യാപാരികളും കർഷകരും ചൂണ്ടിക്കാണിക്കുമ്പോൾ കോഴിയിറച്ചിയുടെയും മുട്ടയുടെയും വില വർധനയ്ക്ക് കാരണം കടുത്ത ചൂട് മൂലമുള്ള ഉൽപ്പാദന നഷ്ടവും കുതിച്ചുയരുന്ന തീറ്റ ചിലവുമാണെന്നാണ് കോഴിപാലന രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ വിലക്കയറ്റത്തിന്റെ ആഘാതം കോഴി വളർത്തൽ മേഖലയിൽ പ്രകടമാണ്. പല്ലടം ആസ്ഥാനമായുള്ള ബ്രോയിലർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കണക്കുകൾ പ്രകാരം ജീവനുള്ള ബ്രോയിലർ കോഴിയുടെ വില ജൂണിൽ കിലോയ്ക്ക് 100 രൂപയായിരുന്നത് ജൂലൈ പകുതിയോടെ 150 രൂപയായും ജൂലൈ അവസാനത്തോടെ 160 രൂപയായും ഉയർന്നിട്ടുണ്ട്. വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ചൊവ്വാഴ്ച ജീവനുള്ള കോഴിയുടെ വില കിലോയ്ക്ക് 130 രൂപയായിരുന്നു. എന്നാൽ ചെന്നൈ മട്ടൺ ആൻഡ് ചിക്കൻ മെർച്ചന്റ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ച ജീവനുള്ള കോഴിയുടെ വില കിലോയ്ക്ക് 144 രൂപയായിരുന്നു. തമിഴ്നാട്ടിലെ പല വിപണികളിലും ചില്ലറ വിപണിയിൽ വൃത്തിയാക്കിയ കോഴിക്ക് കിലോയ്ക്ക് ഏകദേശം 280 രൂപയും തൊലി നീക്കം ചെയ്ത കോഴിക്ക് 320 രൂപയും ബോൺലെസ് ചിക്കൻ 340 രൂപയുമാണ് നിലവിലെ വില. മുട്ടയുടെ വിലയും ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ്. ചൊവ്വാഴ്ച ഒരു മുട്ടയുടെ ശരാശരി ചില്ലറ വില 6.61 രൂപയായിരുന്നുവെങ്കിലും പല പ്രദേശങ്ങളിലും ഉപയോക്താക്കൾ ഒരു മുട്ടയ്ക്ക് 7.50 രൂപ മുതൽ 8 രൂപ വരെയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.